പാഠം 464. വില്ലേജ് ഓഫീസറും വക്കീലും പിന്നെ ഒരു മുറപ്പെണ്ണും. ഹലോ, അതെ സത്യഭാമയാണ്. എന്റെ ആലീസേ, ഈ കാര്യത്തിൽ എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. പോലീസ് അവരെ അന്വേഷിക്കുന്നുണ്ടല്ലോ. ആദ്യം അതൊന്നും നടക്കട്ടെ. കാണാതെ പോയാളെ കണ്ടുപിടിക്കേണ്ട ജോലി വക്കീലിന്റെ അല്ലല്ലോ, പോലീസിന്റെ അല്ലേ? ആ ശരി, ഞാൻ സി ഒന്ന് വിളിക്കാം. ആരെയാ കാണാതെ പോയത്? എന്റെ മോഹനട്ടാ, പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ അക്രമോ. ഈ ഫോൺ ചെയ്ത ആലീസ് അഡ്വക്കേറ്റ് ഓമനക്കുട്ടിയുടെ ഒരു പഴയ കൂട്ടുകാരിയാ. പറഞ്ഞിട്ടെന്താ കാര്യം? ഓമനക്കുട്ടി മാഡത്തിന്റെ ബുദ്ധി ആലീസിന് ഇല്ലാതായി പോയി. നീ കാര്യം തെളിച്ചു പറയാ. ആലീസും ഭർത്താവ് സെബാസ്റ്റ്യനും വളരെ സമാധാനത്തോടെ കഴിയുകയായിരുന്നു. അപ്പോഴാണ് സെബാസ്റ്റ്യന്റെ തറവാടിനടുത്ത് താമസിക്കുന്ന ഒരു സൂസന്ന ജോലി കിട്ടി ഇങ്ങോട്ട് വന്നത്. ആ പെങ്കൊച്ച് ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ താമസിക്കാനാണ് വന്നത്. പഴയ പരിചയം പുതുക്കാൻ വെറുതെ ആലീസിന്റെ സെബാസ്റ്റ്യന്റെ വീട്ടിലേക്കൊന്ന് വന്നു. അപ്പോ ആലീസിന് നിർബന്ധം, വെറുതെ എന്തിനാണ് സൂസന ഹോസ്റ്റലിൽ താമസിക്കുന്നത്, അവരുടെ വീട്ടിൽ താമസിക്കാലോ എന്ന്. സെബാസ്റ്റ്യൻ എതിർത്തതാ. പക്ഷേ ആലീസ് പിന്നെയും നിർബന്ധിച്ചു. അങ്ങനെ സൂസന്ന ആലീസിനെയും സെബാസ്റ്റ്യന്റെയും കൂടെ താമസമാക്കി. എന്നിട്ട് ഇതിനിടയിൽ എന്ത് സംഭവിച്ചു എന്ന് ആലീസിനും അറിയില്ല. 3 ദിവസം മുന്നേ വീട്ടുകാരൻ സെബാസ്റ്റ്യനും വിരുന്നുകാരെ സൂസനയും കൂടി ഓടിച്ചോടിപ്പോയി. ഇപ്പോ കാണാതായ ഭർത്താവിനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് പറഞ്ഞ് നടക്കാണ് ആലീസ്. ആളെ കാണാതെ പോയ വക്കീലിന് എന്ത് ചെയ്യാൻ പറ്റും? അത് കൊള്ളാലോ. ഭാമേ, ഇപ്പൊ നിനക്ക് മനസ്സിലായോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്തൊക്കെയാണെന്ന്? ഭാര്യയെ ഉപേക്ഷിച്ച് ഭർത്താവ് വേറൊരു പെണ്ണിന്റെ കൂടെ പോയെന്ന്. കാര്യം അറിഞ്ഞപ്പോ ഓമനക്കുട്ടി വക്കീല് പറഞ്ഞെന്താണെന്നറിയോ? ആണുങ്ങളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് എന്ന അവരുടെ പ്രമാണം ശരിയാണെന്ന് വീണ്ടും തെളിഞ്ഞു എന്ന്. തൊലിവെളുപ്പുള്ള പെണ്ണുങ്ങളെ കണ്ടാൽ ആണുങ്ങളെ കുടുംബം കുട്ടിയൊക്കെ മറക്കുമെന്ന്. എല്ലാ ആണുങ്ങളും അങ്ങനെ അല്ല എന്ന് നീ ഓമനക്കുട്ടി വക്കീലോട് പറഞ്ഞേക്ക്. ആർക്കറിയാം? പുറമേ നോക്കുമ്പോ ആരുടെ ഉള്ളിലിരിപ്പ് നമുക്ക് മനസ്സിലാവില്ലല്ലോ. പുറമേ മാനിനും സുന്ദരനും മര്യാദക്കാരനും ഒക്കെ ആയ പല ആണുങ്ങളുടെയും മനസ്സിലിരിപ്പ് വേറെയാണ്. അങ്ങനെ ആലോചിക്കുമ്പോ ഞാൻ ഈ ഷർട്ടും മുണ്ടും ഒക്കെ ഇങ്ങനെ തേച്ച് ഭംഗിയാക്കി തരുന്നത് പോലും റിസ്ക് ആണ്. കാരണം ഇതൊക്കെ ഇട്ട് മോഹനേട്ടൻ സുന്ദര കുട്ടപ്പനായി ഇങ്ങനെ റോഡിലൂടെ പോകുമ്പോ ഏത് പെണ്ണും ഒന്ന് നോക്കി പോവില്ലേ? അതിലേതെങ്കിലും ഒരുത്തി മോഹനേട്ടൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ കാര്യം കട്ട പോകുകയല്ലേ? ബുദ്ധിയുള്ള ഭാര്യമാർ ഭർത്താക്കന്മാരെ ഇങ്ങനെ സുന്ദരമാരാക്കി കൊണ്ടു നടക്കരുത് എന്നാണ് ഓമനക്കുട്ടി വക്കീൽ പറയുന്നത്. മറ്റാണുങ്ങളെ പോലെ അല്ല കെ മോഹനകൃഷ്ണൻ. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് മോഹനകൃഷ്ണന് നന്നായിട്ടറിയാം. സാറ് ചെന്ന് ആ ഫോൺ ഒന്നെടുക്ക്, ഞാനിതൊന്ന് തേച്ചു വെക്കട്ടെ. ചെല്ല്. ഹലോ, മോഹനകൃഷ്ണനല്ലേ? അതെ, ഞാൻ കേശവൻ മാമനാ, നാട്ടിൽ നിന്ന്. കേശവൻ മാമനോ? എന്തൊക്കെയുണ്ടമ്മ വിശേഷം? വിശേഷമൊക്കെ നേരി പറയാം. ഞാൻ ഇന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ടോ? എപ്പോ? ഞാൻ 7:30 ബസ്സിൽ കയറും. ഒരു 12 മണിയാകുമ്പോഴേക്കും അവിടെ എത്തും. ഓ, നീ ആഫീസിലായിരിക്കുമല്ലോ. ഭാമ ഉണ്ടാവുമോ വീട്ടിൽ? അവളും കാണില്ല. അമ്മാവ് നേരെ വില്ലേജ് വന്നാൽ മതി. നമുക്ക് ഉച്ചമുളക് പുറത്തുനിന്ന് കഴിക്കാം. അതുപോലെ അമ്മാവൻ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വരികയാണോ? പിന്നെ അല്ലാതെ. നമ്മുടെ രാധയ്ക്ക് അവിടെ ഒരു ട്രെയിനിങ് ഒരാഴ്ചത്തേക്കുണ്ട്. അവളും വരുന്നുണ്ട് എൻ്റെ കൂടെ. അത് ശരി. അവള് പറഞ്ഞതാ ഹോസ്റ്റലിൽ നിൽക്കാമെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, മോഹനേഷൻ അവിടെ ഉള്ളപ്പോ അവൾ അവിടെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് നന്നായി. ഒരാഴ്ച അവളോട് താമസിക്കട്ടെ. അപ്പൊ ഞങ്ങൾ നേരെ വില്ലേജ് ഓഫീസിൽ വരാം. ഭാമയോടും പറഞ്ഞേക്ക്. രാധ അവിടെ ഉള്ളതിൽ ഭാമയ്ക്ക് വിരോധമൊന്നും കാണില്ലല്ലോ അല്ലേ? എന്ത് വിരോധം? അവക്ക് ഭയങ്കര സന്തോഷം. ഹലോ ഹലോ, ശരിയപ്പോ നമുക്ക് ഉച്ചയ്ക്ക് കാണാം. ഹലോ അമ്മാവ. ആരോ ഒരാൾ നമ്പർ തെറ്റി വിളിച്ചതാ. നമ്പർ തെറ്റി വിളിച്ചിട്ടാണോ ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നത്?
അതിപ്പോ സംസാരിച്ച് വന്നപ്പോഴല്ലേ നമ്പർ തെറ്റാണെന്ന് മനസ്സിലായത്. എന്താണ് ഒരു കള്ളലക്ഷണം? ഓമനക്കുട്ടി വക്കീല് പറഞ്ഞതുപോലെ വല്ല പെണ്ണുങ്ങളാണോ? പെണ്ണുങ്ങളോ? ഏത് പെണ്ണുങ്ങള്? ഇപ്പൊ വിളിച്ച പെണ്ണൊന്നുമല്ല സാറേ. ഉത്തമൊന്ന് എന്താണ് നോക്കട്ടെ. കഴിക്കാൻ എടുത്തേക്ക്, എനിക്ക് ആഫീസ് വളരെ നേരമായി. കഴിക്കാനോ? മണി 7:30 ആയിട്ടേ ഉള്ളൂ. എങ്കിൽ നീ ഒരു ചായ എടുക്ക, എനിക്ക് ദാഹിക്കുന്നു. ദാഹിക്കുമ്പോ ചായയാണ് കുടിക്കുന്നത്? ഒരു കാര്യം പറയുമ്പോ വെറുതെ തർക്കുത്തരം പറയുന്ന ഈ സ്വഭാവം ഒട്ടും ശരിയല്ല. എന്തൊരു കൂത്താ നോക്കണേ. നമസ്കാരമുണ്ട് സാർ. ആ സുകുമാരന്റെ പോക്കുവരവിന്റെ കാര്യം എന്തായെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. സുകുമാരന്റെ പോക്കുവരവ് അവിടെ നിൽക്കട്ടെ. ഒരു വലിയ പ്രശ്നമുണ്ട്, അത് പരിഹരിച്ചില്ലെങ്കിൽ എന്റെ കാര്യം പോക്കാം. എന്താണ് സാറേ കാര്യം? പറ. ഇവിടെ നിന്ന് ശരിയാവില്ല, നമുക്ക് അങ്ങോട്ട് മാറി. എന്താണ് സാറേ പ്രശ്നം? കേട്ടാ പ്രശ്നം ഉത്തമ നടക്ക്. ചേട്ടാ വേഗം വാ. എന്താണ് സാറേ പ്രശ്നം? ഉത്തമ, എന്റെ മൂത്ത അമ്മാവൻ ഒരാളുണ്ട്, കേശവൻ അമ്മാവൻ. അമ്മാവൻ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു, അമ്മാവൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അതാണ് ഇത്ര വലിയ പ്രശ്നം? അതല്ല പ്രശ്നം. പിന്നെ അമ്മാവന്റെ കൂടെ അമ്മാവന്റെ മകളുമുണ്ട്, രാധ. അതിനെന്തെന്ന് പ്രശ്നമുണ്ട്. ഈ രാധയെ പണ്ട് എനിക്ക് കല്യാണം വെച്ചതാ. പറഞ്ഞു വരുമ്പോ അവളെന്റെ മുറപ്പെടാണല്ലോ. പക്ഷെ ജാതകത്തെ ചൊവ്വാദോഷം കണ്ടത് കാരണം കല്യാണം നടന്നില്ല. അത് മാത്രമല്ല, കുടുംബത്തിൽ നിന്ന് തന്നെ കല്യാണം വേണ്ടെന്ന് അച്ഛനും പറഞ്ഞു. അത് കഴിഞ്ഞാണ് ഞാൻ ഭാമ ആലോചിച്ചത്. രാധയും ഞാനും തമ്മിൽ കല്യാണം ആലോചിച്ചതൊക്കെ ഭാമയ്ക്കറിയാം. അതിനെന്തെന്ന്? രാധയുടെ കല്യാണം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ചൊവ്വാദോഷം പറഞ്ഞ് 2 കല്യാണം മുടങ്ങിയതോടെ അവളിപ്പോ പറയുന്നു ഇനി കല്യാണം വേണ്ട എന്ന്. ഇപ്പോ ഇവിടെ ഒരു ട്രെയിനിങ്ങിനായിട്ട് അവൾ വരുന്നേ. ഒരാഴ്ച അവളിവിടെ ഉണ്ടാവും. ഓ, എനിക്ക് കാര്യം മനസ്സിലായി. പഴയ മുറപ്പെണ്ണ് ഇവിടെ താമസിക്കാൻ വരുന്നു, വക്കീല് പ്രശ്നം ഉണ്ടാക്കും, അതല്ലേ കാര്യം? അതെ. സത്യത്തിൽ ഭാമ മറ്റു പെണ്ണുങ്ങളെ പോലെ അല്ല. അവൾക്ക് എന്നെ വലിയ വിശ്വാസമാണ്. പക്ഷേ കുറച്ചു മുമ്പ് അവൾ ഒരു സെബാസ്റ്റ്യന്റെ കാര്യം പറഞ്ഞു. ഏത് സെബാസ്റ്റ്യൻ? ഏതോ ഒരു സെബാസ്റ്റ്യൻ. ഭാര്യയുടെ കൂടെ എന്നെ പോലെ മനസമാധാനത്തോടെ താമസിക്കായിരുന്നു ഈ സെബാസ്റ്റ്യനും. അപ്പോഴാണ് സെബാസ്റ്റ്യന്റെ നാട്ടിൽ നിന്ന് സൂസൻ എന്നൊരു സ്ത്രീ അവിടെ താമസിക്കാൻ വന്നത്. എന്തുവാ? 2 ദിവസം മുമ്പ് സെബാസ്റ്റ്യൻ സൂസനെ കൂടെ ഒളിച്ചോടി പോയി. ആ സംഭവം കേട്ടതോടെ അവൾക്ക് ഞാൻ സംശയം തോന്നി. ഞാൻ കേശവൻ അമ്മാവനോട് ഫോണിൽ സംസാരിക്കുന്നത് കേട്ട് അവൾ എന്നോട് ചോദിച്ചു, പെണ്ണുങ്ങൾ വല്ലതും ആണോ എന്ന്. അങ്ങനെയാണെങ്കിൽ അത് പ്രശ്നമാണ് സാറേ. പിന്നെ പെണ്ണുങ്ങളല്ലേ ജാതി, വക്കീലല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നാലും ശരി, സംശയമോ അസൂയോ ഒക്കെ കാണും. സാറ് സൂക്ഷിക്കണം. എന്താ ഇപ്പൊ ചെയ്യുക? കേശവൻ അമ്മാവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞും പോയി. ഇനിയിപ്പോ എന്ത് പറഞ്ഞാ തടയുക? ഞാനിപ്പോ ആലോചിച്ചിട്ട് ഒരു വഴിയുണ്ട് സാറേ. എന്ത് വഴി? ടൗണില് 1-2 വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുണ്ട്. വക്കീൽ അറിയാതെ ഈ രാധയെ നമുക്ക് അവിടെ ആക്കിയാലോ? അമ്മാവനോട് എന്ത് പറയും? അതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കാന്നേ. ഞാൻ ആദ്യം പോയി ഹോസ്റ്റലിൽ എവിടെയെങ്കിലും ഒഴിവുണ്ടോ ഒന്ന് നോക്കാം. പിന്നെ സാറേ, ആ സുകുമാരന്റെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഉത്തമ ചെല്ല്. സാറേ ഇന്ന് തന്നെ ശരിയാക്കണേ സാറേ, വളരെ അത്യാവശ്യമായതുകൊണ്ടാ. ശിശുപാലൻ ചേട്ടന് എന്ത് പറ്റി? എന്തോ കാര്യമായ പ്രശ്നമുണ്ടല്ലോ. ഒന്നുമില്ല കാഞ്ചന സാറേ. അങ്ങനെ ഒന്നുമില്ലെന്ന് പറയാൻ പറ്റൂല. നാട്ടിലുള്ള സകല ബാറുകളും പൂട്ടാൻ പോകുമ്പോൾ ശിശുപാലൻ ചേട്ടനെ പോലുള്ളവർ എന്ത് ചെയ്യും? എന്നാലും അതൊരു വലിയ ചതിയായിപ്പോയി. എല്ലാ ദിവസവും ആഫീസ് വിട്ട് പോകുമ്പോൾ രോഹിണി ബാറിൽ കയറി 2 എണ്ണം അടിക്കുമായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ബാറ് മാത്രല്ലേ പൂട്ടുന്നുള്ളൂ, ബ്രാൻഡി കട ഉണ്ടാവുമല്ലോ. പിന്നെന്താ? ബ്രാൻഡി കട ഉണ്ടായിട്ട് എന്താ കാഞ്ചന സാറേ കാര്യം? ബ്രാൻഡി വാങ്ങി അവിടെ നിന്ന് കുടിക്കാനൊക്കില്ലല്ലോ. വീട്ടിൽ കൊണ്ടുപോകാന്ന് വെച്ചാൽ പെണ്ണുമ്പിള്ള കഴുത്തിൽ കയറി പിടിക്കും. റോഡിൽ നിന്ന് കുടിക്കാന്ന് വെച്ചാൽ പോലീസുകാർ കൊണ്ടുപോകും. ഇനിയിപ്പോ ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ. വൈകിട്ട് പോയി ബ്രാൻഡി വാങ്ങി തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് കഴിക്കാം. ഓഫീസിലെ താക്കോൽ എന്റെ കയ്യിലാണല്ലോ.
വില്ലേജ് ഓഫീസ് ആയതുകൊണ്ട് പോലീസിനെയും പേടിക്കണ്ട. ശിശുപാലൻ ഇപ്പോഴാ പറഞ്ഞത്, ഒന്നുകൂടെ പറഞ്ഞേ. അല്ല സാർ, ഞാൻ ഒരു തമാശ, അല്ല കാര്യമായിട്ടൊന്നും പറഞ്ഞതൊന്നും അല്ല സാർ. ഇന്നു മുതൽ വില്ലേജ് ഓഫീസിന്റെ താക്കോല് എന്റെ കയ്യിലിരിക്കട്ടെ. വൈകിട്ട് ആഫീസ് പൂട്ടി താക്കോൽ ഏൽപ്പിച്ചിട്ട് ശിശുപാലൻ പോയാൽ മതി. കൃത്യസമയത്ത് കേട്ടോണ്ട് വന്നു. ഇപ്പൊ വിവരം അറിഞ്ഞാന്. താഴത്തെ കവലയിലുള്ള ത്രിലോചനന്റെ വീട് വാടകയ്ക്ക് കൊടുക്കാൻ ഇട്ടേക്കുവാ. അതങ്ങ് വാടകയ്ക്ക് എടുക്ക് ശിശുപാലൻ ചേട്ടാ. അപ്പൊ കുടിക്കാനുള്ള സ്ഥലം വേറെ അന്വേഷിക്കണ്ടല്ലോ. അല്ല, അതിന് വാടക കൊടുക്കാം. കാഞ്ചനെ, ഈശ്വരാ, എന്നെയാണല്ലോ വിളിക്കുന്നത്. എന്തിനാണോ എന്തോ. വിളി കേട്ടിട്ടൊരു പന്തികേടുണ്ട്. സാർ പോയി നോക്ക്. ദൈവമേ, സാർ. ആഹാ, കാഞ്ചനയ്ക്ക് സുഖം തന്നെയല്ലേ? വെറുതെ ചോദിച്ചതേ ഉള്ളൂ. ഒരേ ഓഫീസിൽ ജോലി ചെയ്യുമ്പോ വീട്ടുവിശേഷങ്ങൾ ചോദിക്കുന്നത് ഒരു മര്യാദയാണല്ലോ. കാഞ്ചനയുടെ ഒരു ബന്ധു പെൺകുട്ടി ഇവിടെ പഠിക്കാൻ ഇടയ്ക്ക് വന്നില്ലേ? അവര് കാഞ്ചനയുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അല്ല സാർ, എന്റെ ബന്ധുവാണെന്ന് കരുതി ഒരാഴ്ച താമസിപ്പിച്ചു. പക്ഷേ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് കൈവിട്ട കളിയാണെന്ന്. പ്രഹ്ലാദൻ ചേട്ടന്റെ അവളും കൂടി എപ്പോഴും കൊഞ്ചിക്കൊഴിയല്ല പരിപാടി. ഇങ്ങനെ പോയ സംഗതി കൈവിട്ട് പോകുമെന്ന് തോന്നിയപ്പോ ഞാൻ അവളോട് പറഞ്ഞു താമസിക്കാൻ വേറെ സ്ഥലം അന്വേഷിക്കണോന്ന്. അവളിപ്പോ ഹോസ്റ്റലില. അല്ലെങ്കിലും പുറത്തുനിന്ന് ഒരു പെൺകുട്ടിയെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നത് ബുദ്ധിയുള്ള ഒരു ഭാര്യയെ സമ്മതിക്കില്ല. സാറിന്റെ വക്കീലാണെങ്കിൽ സമ്മതിക്കോ? ഇല്ലായിരിക്കും അല്ലേ? അല്ല, സാറെന്താ ഇതൊക്കെ ചോദിച്ചത്? വെറുതെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കാലെന്ന് കരുതി, അത്രേ ഉള്ളൂ. ഹലോ. സാറേ, ഞാനാണേ. ഞാൻ ഏറ്റ കാര്യം ശരിയാക്കിയിട്ടുണ്ട്. സാറിന്റെ അമ്മാവന്റെ മോക്ക് നല്ല ഒന്നാം തര ഹോസ്റ്റൽ റെഡി. ഓ, രക്ഷപ്പെട്ടു. സത്യത്തിൽ ഞാൻ ആകെ പേടിച്ചിരിക്കുക. അവര് വരുമ്പോ ഞാൻ ഉത്തമനെ വിളിക്കാം. ഓ ശരി സാറേ. ശരി, ഇനി പേടിക്കാനില്ല. എന്താ സർ കാര്യം? എനിക്ക് പല കാര്യങ്ങളും കാണും. അതൊക്കെ ഇപ്പോ കാഞ്ചനോട് പറയാൻ പറ്റുമോ? കാഞ്ചന എവിടെ നിൽക്കുന്നേ? ചെയ്യാൻ ജോലി ഇല്ലേ? ഉണ്ട് സർ. ചെല്ല്. അങ്ങനെ ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരമായി. എന്തായാലും ഈ കേസ് ഞാൻ വെറുതെ വിടില്ല. ആലീസിന്റെ കരച്ചില് കണ്ടിട്ട് എന്റെ ചങ്ക തകർന്നു പോയി സത്യഭാമേ. ഇതിലിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാഡം? സത്യത്തിലൊക്കെ വരുത്തി വെച്ച ആലീസ് തന്നെയല്ലേ. സൂസനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഈ ആലീസിന്? സ്വന്തം ഭർത്താവിനെ വിശ്വസിച്ചു പോയി. അയാൾ ഇങ്ങനെ കാണിക്കുന്ന ആലീസ് കരുതിയില്ലല്ലോ. മോഹനകൃഷ്ണന്റെ നാട്ടിൽ നിന്ന് ഒരു പെണ്ണ് വന്നാൽ അവളെ വീട്ടിൽ താമസിപ്പിക്കാന്ന് സത്യഭാമ സമ്മതിച്ചു പോയില്ലേ? അതുപോലെ ആലീസിനും പറ്റി. പക്ഷേ ഇനിയുള്ള കാലത്ത് അങ്ങനെ സമ്മതിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വീട്ടിലെ ആണുങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ആർക്കറിയാം? എന്നാലും ഈ ആണുങ്ങളുടെ സ്വഭാവം കുറച്ച് കടുപ്പം തന്നെ. ഒറ്റയൊരുത്തനെ വിശ്വസിക്കാൻ കൊള്ളില്ല. നമസ്കാരം സാറേ. സാർ വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ല, അവരെവിടെ? ഓട്ടോയിലുണ്ട്. ഓ, ഇറങ്ങി വാ മോളെ.
ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഇപ്പൊ വരാം. വാ. ഇതെന്താ മോനേഷ ഇങ്ങനെ ഏർപ്പാട്? രാവിലെ വിളിച്ചപ്പോ നീ പറഞ്ഞു വില്ലേജ് ഓഫീസിൽ കാണാമെന്ന്, പിന്നെ വിളിച്ചു പറഞ്ഞു ഒരാളെ പറഞ്ഞയക്കാമെന്ന്. എന്താ സംഭവം? അത് വീട്ടിലേക്ക് പോവാൻ പറ്റില്ല. രാധയ്ക്ക് താമസിക്കാൻ ഞാൻ വേറെ സ്ഥലം ശരിയാക്കിയിട്ടുണ്ട്. വീട്ടിലേക്ക് പോയാൽ എന്താ കുഴപ്പം? വീട്ടിലായാലുള്ള സൗകര്യമൊന്നുമില്ല, വാടക വീടാണല്ലോ. അവിടെ എനിക്കും ഭാമയ്ക്കും കഷ്ടിച്ച് താമസിക്കാനുള്ള സൗകര്യം ഉള്ളൂ. എനിക്കിങ്ങനെ ഒരുപാട് സൗകര്യമൊന്നും വേണ്ട. അത് മാത്രമല്ല, മോഹനേട്ടനും ഭാമയും ഇവിടെ ഉള്ളപ്പോ ഞാൻ ഹോസ്റ്റലിൽ പോയി താമസിക്കേണ്ട കാര്യം രാധ പേടിക്കാനൊന്നുമില്ല. നല്ല ഒന്നാം തര ഹോസ്റ്റലാണ് ഞാൻ രാധയ്ക്ക് വേണ്ടി കണ്ടെത്തിയിരിക്കുന്നത്. ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. എന്നാലും ഹോസ്റ്റലിലൊന്നും പോയി നിൽക്കാൻ എനിക്ക് വയ്യ. അല്ല, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഹോസ്റ്റലിൽ താമസിക്കുന്നതാണ് സൗകര്യം. അമ്മാവൻ പറഞ്ഞ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തൊട്ടടുത്താണ് ഈ ഹോസ്റ്റൽ ഇരിക്കുന്നത്. ഒരു 5 മിനിറ്റ് നടന്നാൽ മതി. 5 മിനിറ്റ് വേണ്ട, 3 മിനിറ്റ് മതി. പക്ഷെ ഞാൻ താമസിക്കുന്ന വീടിനടുത്താണെങ്കിൽ ഒരു ബസ് കയറി പോകണം. അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? അതൊന്നും സാരമില്ല. രാവിലെ മോഹനേട്ടൻ ഓഫീസിൽ പോകുമ്പോ ഞാനും കൂടി വരാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങ് പോവാല്ലോ. നന്നായി. അല്ല, അത് വളരെ നന്നായിരിക്കും എന്ന് പറയുകയായിരുന്നു. പക്ഷേ രാധ ഹോസ്റ്റലിൽ നിന്നാ മതി. എനിക്ക് വയ്യ ഹോസ്റ്റലിൽ നിൽക്കാൻ. എന്തായാലും മോഹനേട്ടന്റെ വീടല്ലേ, ഞാൻ അവിടെ നിൽക്കും. അമ്മാവാ, ഒരു മിനിറ്റ് വന്നേ. നല്ല ഹോസ്റ്റലാണ്, അവാർഡ് കിട്ടിയിട്ടുള്ള സ്ഥലം. എന്താ പ്രശ്നം? എന്താ പ്രശ്നം ചോദിച്ചാ, രാധ വന്നിട്ടുള്ളത് ഭാമയ്ക്ക് ഇഷ്ടമല്ല. ഈ പെണ്ണുങ്ങളുടെ മനസ്സല്ലേ. പണ്ട് ഞാനും രാധയും തമ്മിൽ കല്യാണം ആലോചിച്ച കാര്യം ഭാമയ്ക്ക് അറിയാം. അതുകൊണ്ട് ഞാനത് ഫോൺ ചെയ്ത് ചോദിച്ചല്ലേ മോനേഷ? അപ്പൊ നീ പറഞ്ഞു കുഴപ്പമില്ല. അല്ല, അപ്പൊ ഞാൻ ആലോചിച്ചില്ല. പക്ഷെ ഇപ്പൊ ഭാമയോട് പറഞ്ഞപ്പോ അവള് പറയാ നടക്കില്ലെന്ന്. അങ്ങനെയാണ് സംഭവിച്ച. അവള് തൂങ്ങിച്ചാവുന്നു. അങ്ങനെ പറഞ്ഞു? അവക്കല്ലെങ്കിൽ തന്നെ എന്നെ ചെറിയ സംശയമുണ്ട്. എന്നെ ആഫീസിലെ പെണ്ണുങ്ങൾ ഫോൺ വിളിക്കുന്നതന്നെ അവൾക്ക് ഇഷ്ടമല്ല. അവരുടെ പേര് പറഞ്ഞെന്നും വഴക്കാം. അതെയോ? എന്ത് ചെയ്യാനാ, സഹിക്കാനല്ലേ പറ്റൂ. കല്യാണം കഴിച്ചു പോയില്ലേ. അങ്ങനെയാണെ പിന്നെ ഹോസ്റ്റലിൽ തന്നെ താമസിക്കാം. അല്ല പിന്നെ എന്ത് ചെയ്യാനാ? അതാ നല്ലത്. ഹോസ്റ്റലിൽ താമസിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഫാഷൻ. മോളെ, മോഹനേഷൻ പറഞ്ഞാലും കാര്യമുണ്ട്. നീ ഹോസ്റ്റലിൽ നിന്നാ മതി. ഞാനില്ല. പറയുന്ന അനുസരിക്കാതെ എന്തിനൊപ്പിച്ച്? അപ്പോ എവിടെ ഹോസ്റ്റല്? ഉത്തമം കൂടെ എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ചെല്ലുത്തമാ, ഇവരെ ഹോസ്റ്റലിൽ കൊണ്ടാക്ക്. നിങ്ങൾ വണ്ടി കയറിയോ? ഞാൻ മുമ്പേ പോവാം, നിങ്ങൾ പിറകെ വന്നാൽ മതി. ശരി. കേറിക്കോ മോളെ. പോവാ. എന്തായാലും രക്ഷപ്പെട്ടു. എന്താണ് സാറേ? ചത്താൽ ഈ സംഭവം ഭാമ അറിയരുത്. അത് പിന്നെ സാർ എന്റെ അടുത്ത് പ്രത്യേകിച്ച് പറയണോ? ഇല്ല, ഞാൻ ഏറ്റില്ലേ. എന്തുവാ കോഴി കറങ്ങുന്നല്ലേ കറങ്ങുന്നേ? അപ്പൊ സാറേ, അപ്പൊ ശരി, എല്ലാം പറഞ്ഞോ അല്ലേ? പിന്നെ സാറ് നേരെ ആഫീസിലോട്ട് വിട്ടോ. ഓക്കെ, വിട്ടോ. ഭാമേ, ഭാമേ. മോഹനേട്ടൻ എന്താ ഇന്ന് നേരത്തെ പോന്നു? നേരത്തെ അല്ല, ഞാൻ താലൂക്ക് ഓഫീസിൽ പോയി ഇറങ്ങിയതാ. വഴിക്ക് വെച്ച് ഓർത്തത് ഇന്ന് തഹസിൽദാർ ലീവാണെന്ന്. പിന്നെ തിരിച്ചു വന്നു. അയ്യോ, തഹസിൽദാർ ലീവ് മറന്നു. സാധാരണ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ലല്ലോ. എന്തു പറ്റി? രാവിലെ മുതൽ ആകെ ഒരു ചുറ്റിക്കളി മണക്കുന്നുണ്ട്. എന്ത് ചുറ്റിക്കളി? എനിക്കറിഞ്ഞൂടാ, അത് കണ്ടുപിടിക്കണം. ആലീസിന്റെ ഭർത്താവ് സെബാസ്റ്റ്യൻ സൂസന്നിയെ കൊണ്ടുപോയതുപോലെ മോഹനേട്ടന്റെ മനസ്സിലും ആരെങ്കിലും ഉണ്ടോന്ന് ആർക്കറിയാം. സ്വയംപ്രഭ വിളിച്ചിരുന്നു ഇപ്പോ.
എന്തിന്? എനിക്കറിഞ്ഞൂടാ. തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. അല്ല, മോഹനോട് ഓഫീസ് ഇറങ്ങിയിട്ട് അധികം നേരം ആയില്ലല്ലോ. അതിനിടയിൽ അവക്ക് എന്താ പറയാനുള്ളത്? ഓഫീസുകാരെ എന്നോടല്ല പിന്നെ ആരോടാ ചോദിക്കുന്നേ? ഓ ഓഫീസുകാരൻ തന്നെ ആയാ മതിയേ. എനിക്ക് ഈടായിട്ട് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. സെബാസ്റ്റ്യൻ കാണിച്ചത് അറിഞ്ഞതോടെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഒറ്റ ആണുങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന്. നീ വിശ്വസിക്കണ്ട, പോയി ചായ എടുക്ക്. ഏതോ സെബാസ്റ്റ്യൻ ഏതോ സൂസനോട് ഒളിച്ചിട്ട് പോയി ഞാനെന്ത് വിളിച്ചു? മോഹനെ പറ്റി ശരിക്കറിയില്ല. എവിടെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന കരുതി മോനേട്ടാ ചായ അവിടെ വെച്ചാൽ എനിക്ക് എടുത്തു കൊടുക്കേ. എന്താ മോനേട്ടാ? അയ്യോ, നീ എങ്ങനെ ഇവിടെ വന്നു? അപ്പോ ഉത്തമൻ തന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയില്ലേ? ഉത്തമൻ മോഹനകൃഷ്ണ സാർ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചു. രാധയും കേശവൻ അമ്മാവനെയും ഹോസ്റ്റലിൽ കൊണ്ടേ ആക്കിയിട്ട് പോയി. കുറച്ചു കഴിഞ്ഞ് അമ്മാവൻ നാട്ടിലേക്ക് തിരിച്ചു പോകാനായി അവിടുന്ന് ഇറങ്ങി നടന്നപ്പോ ആരുടെയോ കഷ്ടകാലത്തിന് എന്റെ മുന്നിൽ വന്ന് വിട്ടു. അപ്പോഴല്ലേ ബാക്കി കഥകളൊക്കെ ഞാൻ അറിയുന്നത്. അമ്മാവനെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിട്ടിട്ട് നേരെ ചെന്ന് രാധയെ വിളിച്ച് ഇങ്ങ് പോന്നു. ആ ചായ ഇങ്ങ് തന്നുള്ളൂ. ഇനി രാധ കുറച്ചേരം അപ്പുറത്ത് പോയിരിക്കേ. ഞങ്ങൾക്ക് ചില രഹസ്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്തായിരുന്നു സാറിന്റെ ഉദ്ദേശം? എനിക്ക് മോഹനേട്ടനെ സംശയമാണ്. ആഫീസിലെ പെണ്ണുങ്ങൾ ഫോൺ വിളിക്കുന്ന പോലും ഇഷ്ടമല്ല. രാധ എവിടെ താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചത്ത് കളിയെന്ന് ഞാൻ പറഞ്ഞു. പിന്നെന്തൊക്കെയായിരുന്നു? അല്ല, ഞാൻ വിചാരിച്ചു നീ രാവിലെ ഒരു സെബാസ്റ്റ്യന്റെ കാര്യം പറഞ്ഞുകൂടായില്ലേ? പിന്നെ രാധ എവിടെ കൊണ്ട് താമസിപ്പിച്ചാൽ നിനക്ക് ഇഷ്ടപ്പെടുമോ? അതുകൊണ്ട് സ്വന്തം ഭാര്യയെ പറ്റി അമ്മാവനോട് അനാവശ്യം പറഞ്ഞ് രാധ എവിടുന്ന് ഒഴിവാക്കാൻ നോക്കി. എന്റെ മോഹനേട്ടാ, അങ്ങനെ മോഹനേട്ടനെ സംശയിക്കുന്ന ഒരാളാണോ ഞാൻ? അങ്ങനെ ഞാൻ എന്തെങ്കിലും മോഹനേട്ടനെ സംശയിച്ചിട്ടുണ്ടോ? ഏതൊരു വായി നോക്കി സെബാസ്റ്റ്യനെ പോലെയാണോ എന്റെ മോഹനേട്ടൻ? സോറി. തൊണ്ട വല്ലാതെ വരളുന്നുണ്ടല്ലോ. ഈ ചായ കുടിക്ക്. അപ്പൊ ഇനി എന്താ പരിപാടി? എന്ത് പരിപാടി? അല്ല, പഴയ മുറപ്പെണ്ണാണ് വീട്ടിൽ വന്നിരിക്കുന്നത്. മോഹനകൃഷ്ണ സാറിന് പഴയ പ്രേമം വല്ലതും തോന്നുന്നുണ്ടോ? എനിക്ക് പണ്ടും പ്രേമൊന്നുമില്ലായിരുന്നു. ഏയ്, അങ്ങനെയൊക്കെ പറയില്ലേ. സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പേരാ, അത് മോഹനകൃഷ്ണൻ. അപ്പുറത്തിരിക്കുന്നതോ സാക്ഷാൽ രാധ. പക്ഷെ ഇപ്പഴത്തേക്ക് സത്യഭാമയല്ലേ? ഈ കൃഷ്ണന് ഈ ജന്മം ഈ ഭാമ മതി. അപ്പൊ അടുത്ത ജന്മത്തിലോ? അടുത്ത ജന്മത്തില് ഈ സത്യഭാമ തന്നെ മതി. ഇത്രയും സ്നേഹവും വിശ്വാസവുമുള്ള ഭാര്യയെ പേടിച്ചാണ് വില്ലേജ് ഓഫീസർ ആരും ചെയ്യാത്ത കടും കൈക്ക് മുതിർന്നത്. ഇതിന്റെ ഒന്നും കാര്യമില്ലായിരുന്നു എന്നൊരു പക്ഷേ മോഹനകൃഷ്ണന് തോന്നുന്നുണ്ടാവും. പക്ഷേ വരാനിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കാത്തത് കൊണ്ടാണത്. മുറപ്പെണ്ണും ഭാര്യയും ഒരേ വീട്ടിൽ കഴിയുന്നതിന്റെ അപകടങ്ങളുമായി കാര്യം നിസ്സാരം.